जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधरा श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरे कृष्ण। ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം നമ്മൾ വായിക്കുന്നത് ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 16-ാമത്തെ അധ്യായം ദേവാസുര ഭാവങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 14-ാമത്തെ ശ്ലോകം വരെ 15-ാമത്തെ ശ്ലോകം വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ ആദ്യം തന്നെ ദൈവികമായിട്ടുള്ള സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ആസുരികമായിട്ടുള്ള സ്വഭാവങ്ങളെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസുരിക സ്വഭാവങ്ങളുടെ ആ ചിന്ത, അവരുടെ ഒരു സൈക്കോളജി, അവരുടെ ഒരു ഫിലോസഫി, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകത്തിനെ കുറിച്ച് അവർക്കുള്ള കാഴ്ചപ്പാട്, ഈ പ്രകൃതി, ഈ ഭൗതിക ലോകം, അതിന് പുറകിൽ പ്രത്യേകിച്ച് സത്യമൊന്നുമില്ല, അത് താനേ ഉണ്ടായിട്ടുള്ളതാണ്. ഇവിടെ പ്രത്യേകിച്ച് ഈശ്വരനൊന്നുമില്ല, അനീശ്വരം, അസത്യം, അപ്രതിഹതം, ജഗതാദ് അനീശ്വരം. അതാണ് അവരുടെ ഈ ലോകത്തിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. സ്വന്തം ആഗ്രഹം നിറവേറ്റുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് അവർ പറയുന്നത്. എന്താണോ നമ്മുടെ ആഗ്രഹം അതിനനുസരിച്ച് പ്രവർത്തിക്കാം, വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതാണ് അവരുടെ ഒരു ഫിലോസഫി. ഇങ്ങനെ ഈ ചിന്താഗതി കൊണ്ട് അവരുടെ പ്രവൃത്തികൾ ലോകത്തിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് 9-ാമത്തെ ശ്ലോകത്തിൽ. ഏതാം ദൃഷ്ടിമ അവഷ്ടഭ്യ നഷ്ടാത്മാനോ അല്പബുദ്ധയ പ്രഭവന്തി ഉഗ്രകർമാണ ക്ഷയായ ജഗതോ അഹിത. അസുരന്മാരുടെ പ്രവൃത്തികള് ലോകത്തിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളായിരിക്കും. അവര് സ്വയം നശിക്കുകയും ചെയ്യും, മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ലോകത്തിനെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ആഗ്രഹത്തിന് ഒരിക്കലും അറുതി വരുന്നില്ല. അവര് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും, പലതരത്തിലുള്ള അവർ പ്ലാൻ ചെയ്യും, അവർ പലതരത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കും. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെങ്കിലും അവർക്ക് അവസാനം, ജീവിതാവസാനമായാൽ പോലും ആഗ്രഹത്തിന് നിവൃത്തി വരുന്നില്ല. അപ്പോഴും എന്തെങ്കിലും ആഗ്രഹമുണ്ടാകും. മരിക്കാൻ നേരത്തും അവർക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടാവും, എന്തെങ്കിലും പദ്ധതികളുണ്ടാവും. അല്ലെ, നമ്മൾ ജ്ഞാനപ്പാനയിൽ വായിച്ചിട്ടുണ്ട്, ഉണ്ണി ഉണ്ടായി കണ്ട് അതിനൊരു ഉണ്ണി ഉണ്ടായി കണ്ടാവും ഞാനെന്ന്. ഉണ്ണി ഉണ്ടായിട്ട് അതിന്റെ കല്യാണം കഴിഞ്ഞ് അതിൻ്റെയും കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാകും എന്നാണ് മരിക്കാൻ നേരത്ത് ഒരാൾ വിചാരിക്കുന്നത്. ഇങ്ങനെയാണ് ഓരോരുത്തരുടെ പ്ലാനുകൾ. ജീവിതാവസാനം വരെയും എന്തെങ്കിലും പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ടാവും. അവരുടെ ആഗ്രഹത്തിന് ഒരിക്കലും അറുതിയില്ല എന്നാണ് പറയുന്നത്. ആശാപാശ സതേർബദ്ധ കാമക്രോധപരായൺ. ആഗ്രഹങ്ങൾ ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലൊരു സമാധാനവുമില്ല. അവരുടെ മനസ്സിൽ എപ്പോഴും കാമവും ക്രോധവും നിറഞ്ഞിരിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മൃദുവായിട്ട് പെരുമാറാൻ സാധിക്കുന്നില്ല, വിനയപൂർവ്വം പെരുമാറാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർക്ക് എപ്പോഴും അവരുടെ പെരുമാറ്റം പാരുഷ്യം നിറഞ്ഞതായിരിക്കും എന്ന് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ക്രോധ പാരുഷ്യമേവച്ച ദംഭോദർപ്പ അഭിമാനശ്ച ക്രോധ പാരുഷ്യമേവച്ച. ആദ്യം തന്നെ ഭഗവാൻ അസുര സ്വഭാവത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. ദംഭോദർപ്പോ അഭിമാനശ്ച ക്രോധ പാരുഷ്യമേവച്ച. പാരുഷ്യമായിരിക്കും. അവർക്ക് ചെറിയൊരു കാര്യം പറയുമ്പോൾ തന്നെ ദേഷ്യം വരും. ചെറിയ എന്തെങ്കിലും നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ
ചിലപ്പോൾ തമാശയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അവർക്ക് സഹിക്കാൻ സാധിക്കില്ല. എന്നെ പറ്റി എന്തോ പറഞ്ഞു, എന്നെ പറ്റി മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർക്ക് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. കാരണം എന്താണ്? അവരുടെ മനസ്സിലെപ്പോഴും കാമവും ക്രോധവും നിറഞ്ഞിരിക്കും. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സ് അസ്വസ്ഥമാകും എന്നാണ് പറയുന്നത്. ആശാപാശതേർബദ്ധ കാമക്രോധപരായണ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥ സഞ്ചയ. പിന്നെ അവർക്ക് സത്യത്തിലും ധർമ്മത്തിലൊന്നും വിശ്വാസമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതി. എങ്ങനെ പണം ഉണ്ടാക്കുന്നു എന്നുള്ളത് വിഷയമല്ല. ഏതെങ്കിലും വിധത്തിൽ പണം ഉണ്ടാക്കാം. മറ്റുള്ളവരെ പറ്റിച്ചോ, കരിഞ്ചന്ത നടത്തിയിട്ടോ, കുഴൽ പണത്തിലൂടെയോ എങ്ങനെ പണം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച്, ആഗ്രഹം പൂർത്തിക്ക് വേണ്ടിയാണ്. അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അന്യായേന അർത്ഥ സഞ്ചയം, അന്യായേന അർത്ഥ സഞ്ചയം, അന്യായമായിട്ടും അവര് പണം സമ്പാദിക്കാൻ സാധിക്കും. നിയമം തെറ്റിക്കുന്നത് ഒരു തെറ്റായിട്ട് അവർക്ക് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നീട് അവരുടെ മനസ്സിലുള്ള ചിന്താഗതികളെ കുറിച്ച്, അവരുടെ സൈക്കോളജിയെ കുറിച്ച് 13 മുതൽ 15 ശ്ലോകം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്, എനിക്കിപ്പോൾ ഇത്രയും സ്വത്തുക്കളുണ്ട്, എനിക്ക് ഇത്രയും പണമുണ്ട്, എനിക്ക് ഇത്രയും സ്വത്തുവകകളൊക്കെ ഉണ്ട്, ഇനി അതെങ്ങനെ ഇരട്ടിപ്പിക്കാം, അതെങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്? ഇതമദ്യമയാലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം ഇതമസ്തി ദഭിമേ ഭവിഷ്യതി പുനർധനം. എന്റെ കയ്യിലുള്ള പണം എങ്ങനെ ഇരട്ടിപ്പിക്കാം എന്നാണ് അവര് ചിന്തിക്കുന്നത്. അതിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതെന്റെ ശത്രുവാണ്. അസോമയ ഹത ശത്രു ഹനിഷേജാന ചാപരാനപി. ശത്രുക്കളെ എനിക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്റെ പ്ലാനിന് ആരെങ്കിലും തടസ്സമായിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ എന്റെ ശത്രുവാണ്. അത് കുടുംബാംഗമായാലും ആരായിക്കൊള്ളട്ടെ, അത് അവരെ പിന്നെ ശത്രുവായിട്ട് കണക്കാക്കും. പിന്നെ അവനെ എങ്ങനെ ഇല്ലാതാക്കണം എന്നുള്ള കാര്യമാണ് അവർ ചിന്തിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് അജ്ഞാനത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ ചെയ്യുന്നതാണ് ഏറ്റവും മേന്മയായിട്ടുള്ളത്, ഏറ്റവും നല്ലതായിട്ടുള്ളത്. അടിയോ അഭിജനവാനസ്മി കോന്യോസ്മി സദൃശോമയ, എന്നെ പോലെ ആരുമില്ല, ഞാനാണ് ഏറ്റവും നല്ല വ്യക്തി എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇങ്ങനെ അജ്ഞാനത്തിൽ മുഴുകി അവർ ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. അവരുടെ ഗതി എന്താണ്? ഇങ്ങനെ ഈ ആസുരിക സ്വഭാവത്തിൽ ജീവിക്കുന്നവരുടെ, ആസുരിക മനോഭാവമുള്ളവരുടെ ഗതി എന്താണ്? അവരെവിടെയാണ് എത്തിച്ചേരുന്നത്? അവസാനം ആർക്കും അവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ അവസാനത്തിൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അടുത്ത ജന്മം അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത് 16-ാമത്തെ ശ്ലോകത്തിൽ. 16-ാമത്തെ ശ്ലോകമാണ് നമുക്ക് വായിക്കാനുള്ളത്. അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃതാ പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേ അശുചോ. ഇതാണ് അവരുടെ ഗതി. അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃത പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേ അശുചോ. അസുരന്മാരുടെ ഗതി അവസാനം അവർ നരകത്തിൽ എത്തിച്ചേരും എന്നാണ് ഭഗവാൻ പറയുന്നത്. നമുക്ക് വിവർത്തനം ഭാവാർത്ഥം വായിക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. ആരാണോ വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. രാജേശ്വരി മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃത പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേ അശുചൗ. വിവർത്തനം. ഇങ്ങനെ പലവിധം ആകാംക്ഷകളിൽപ്പെട്ട് വലഞ്ഞും വ്യാമോഹത്തിന്റെ വലയിൽ കുടുങ്ങിയും ഇന്ദ്രിയ സുഖങ്ങളിൽ അത്യാസക്തരായി അവർ നരകത്തിൽ വീഴുന്നു. ശ്രീല പ്രഭുവദർക്കിജി. ഭാവാർത്ഥം. ആസുര പ്രകൃതക്കാരുടെ ധനാർജന തൃഷ്ണയ്ക്ക് അതിരില്ല, അതിന് അവസാനമില്ല. ഇപ്പോൾ തനിക്ക് എത്ര സ്വത്തുണ്ടെന്ന് കണക്കാക്കുകയും അത് കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള വഴികൾ ആലോചിക്കുകയുമാണ് അയാൾ. ധനം നേടാനായി എന്ത് അധാർമിക കൃത്യങ്ങളും നടത്താൻ മടിക്കില്ല അയാൾ. നിയമവിരുദ്ധമായ ഈ തൃഷ്ണ ശമിപ്പിക്കാനായി കരിഞ്ചന്ത നടത്തും.
ഭൂമിയും കുടുംബവും വീടും ബാങ്ക് നിക്ഷേപവുമായി തനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുള്ളവയാൽ വശീകൃതനായി അയാൾ എപ്പോഴും അവയെ ഇനിയും മെച്ചപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. തന്റെ കഴിവിൽ അയാൾക്ക് ദൃഢവിശ്വാസമുണ്ട്. ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണം തന്റെ മുൻജന്മ സുഹൃതങ്ങളാണെന്നത് അറിഞ്ഞുകൂടതാനും. തനിക്ക് അങ്ങനെ ധനം സമ്പാദിച്ചു കൂട്ടാൻ അവസരം കിട്ടിയെന്നല്ലാതെ അതിന് പിന്നിലുള്ള കാരണങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടേയില്ല. ഒന്നുകൂടിയ ഈ ധനമെല്ലാം തന്റെ പ്രയത്ന ഫലമെന്നാണ് അയാളുടെ വിശ്വാസം. അസുര സ്വഭാവിക്ക് സ്വന്തം പ്രയത്നശേഷിയിലല്ലാതെ കർമ്മ നിയമത്തിൽ വിശ്വസിക്കാനാവില്ല. കർമ്മ നിയമപ്രകാരം ഒരാൾ ഉത്കൃഷ്ട കുലത്തിൽ ജനിക്കുന്നതും സൗന്ദര്യം, സമ്പത്ത്, വിദ്യാഭ്യാസം എന്നിവയിൽ മുന്നണിയിൽ എത്തുന്നതും മുൻ ജന്മത്തിൽ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. ഇവയൊക്കെ ആകസ്മികമായി വന്നു ചേരുന്നതോ അല്ലെങ്കിൽ തന്റെ കഴിവുകൊണ്ട് നേടാവുന്നതോ ആണെന്നാണ് ആസുര സ്വഭാവികൾ കരുതുന്നത്. ജനങ്ങളുടെ സൗന്ദര്യത്തിലും വിദ്യാഭ്യാസത്തിലും മറ്റും കാണുന്ന വൈവിധ്യത്തിന് പിന്നിൽ ഏതെങ്കിലും നിശ്ചിത നിയമമുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. തന്നോട് എതിർക്കുന്ന ഏതൊരാളും ശത്രുവാണ് അയാൾക്ക്. ആസുര സ്വഭാവികൾ അനേകം പേരുണ്ട്. ഓരോരുത്തരും മറ്റെല്ലാവരുടെയും വിരോധിയായിരിക്കും. ഈ ശത്രുതയ്ക്ക് ക്രമേണ ആഴം കൂടും. വ്യക്തികൾ തമ്മിലുള്ള വൈരം വർദ്ധിച്ച് കുടുംബങ്ങൾ തമ്മിലും പിന്നീട് വർഗങ്ങൾ തമ്മിലും ക്രമേണ രാഷ്ട്രങ്ങൾ തമ്മിലുമായി വളർന്നു വരും. അതുകൊണ്ടാണ് ലോകത്തിലെങ്ങും നിരന്തരം കലഹങ്ങളും യുദ്ധങ്ങളും നടമാടുന്നത്. ആസുര പ്രകൃതിയുള്ള ഓരോ മനുഷ്യനും വിചാരിക്കുന്നു മറ്റുള്ളവരെ എല്ലാം ബലികഴിച്ചും തനിക്ക് സസുഖം ജീവിക്കാൻ കഴിയുമെന്ന്. തങ്ങൾ തന്നെയാണ് പരമേശ്വരനെന്ന് അസുരന്മാർ ചിന്തിക്കുന്നു. അത്തരമൊരു ഉപദേഷ്ടാവ് അനുയായികളോട് പറയും, നീ എന്തിന് മറ്റൊരിടത്ത് ഈശ്വരനെ തേടുന്നു? നീ തന്നെ ഈശ്വരനല്ലേ? നിനക്കിഷ്ടം പോലെ ചെയ്യാം. ഈശ്വരനിൽ വിശ്വസിക്കേണ്ട. ഈശ്വരനെ മറന്നേക്കൂ. മരിച്ചുപോയി ഈശ്വരൻ എന്നിങ്ങനെ. തന്നെ പോലെയോ അതിലധികമോ ധനവും സ്വാധീന ശക്തിയുമുള്ളവരായി വേറെ ചിലരെയും പതിവായി കാണുന്നുണ്ടെങ്കിൽ കൂടി അവർ തന്റെ നിലയിൽ എത്തിയിട്ടില്ല എന്നാണ് അയാളുടെ വിശ്വാസം. ഉത്കൃഷ്ട ലോകങ്ങളിലേക്കുള്ള പ്രയാണത്തെ സംബന്ധിച്ചാകട്ടെ യജ്ഞങ്ങളുടെ സാർത്ഥകതയെ അയാൾ നിരാകരിക്കും. തങ്ങൾക്ക് പ്രത്യേകമായൊരു യജ്ഞ പ്രക്രിയ കണ്ടുപിടിക്കാമെന്നും ഉപരിലോകത്തിൽ എത്താൻ ഒരു ഉപയുക്തമായൊരു യന്ത്രം കണ്ടുപിടിക്കാമെന്നും അസുര സ്വഭാവികൾ വിചാരിക്കുന്നു. ഇതിന് പറ്റിയ ഒരു ഉദാഹരണമാണ് രാവണൻ. വേദഹിതങ്ങളായ യജ്ഞങ്ങളൊന്നും കൂടാതെ ഏത് ഉപരിലോകത്തിലും ചെന്നേറാൻ സഹായിക്കുന്ന സോപാനം പടുത്തുയർത്താൻ അയാൾ പരിപാടിയിട്ടിരുന്നു. ഇക്കാലത്തുമുണ്ട് യന്ത്രങ്ങൾ നിർമ്മിച്ച് ഉത്കൃഷ്ടങ്ങളായ അന്യഗ്രഹങ്ങളിൽ എത്താൻ ശ്രമിക്കുന്ന അസുര പ്രകൃതക്കാർ. സംഭ്രാന്തിയുടെ ഉദാഹരണങ്ങളാണിവർ. അറിയാതെ തന്നെ നരകത്തിലേക്ക് ഇക്കൂട്ടർ വഴുതി വീഴുകയാണ്. ഇവിടെ മോഹജാലം എന്ന പദം അർത്ഥവത്താകുന്നു. ജാലം എന്നാൽ വല. വലയിൽ അകപ്പെട്ട മത്സ്യത്തെ പോലെയാണ് അവരുടെ സ്ഥിതി. പുറത്തു കടക്കാൻ കഴിയാതെ എന്ന് സൂചന. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രാജേശ്വരി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ആസുരിക സ്വഭാവത്തിലുള്ള വ്യക്തിയുടെ ഗതിയെ കുറിച്ചാണ്, ആ വ്യക്തി എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. പതന്തി നരകെ അശുചോ. ആ വ്യക്തി ഈ ജന്മത്തിൽ എന്തെല്ലാം തന്റെ ശക്തി കൊണ്ട് ചെയ്താലും ആ വ്യക്തി അടുത്ത ജന്മത്തിൽ നരകത്തിലേക്കാണ് പോകുന്നത്. പതന്തി നരകെ അശുചോ എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ശിലപ്രഭാതർ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം, ആസുരിക സ്വഭാവികൾക്ക് കർമ്മ നിയമത്തിൽ ഒരു വിശ്വാസവുമില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് ഈ ജന്മത്തിൽ നല്ല കുടുംബത്തിലുള്ള ജനനം, അതേപോലെ ഐശ്വര്യം, അതുപോലെ ഉന്നത വിദ്യാഭ്യാസം, സൗന്ദര്യം, നാട്ടിൽ പ്രശസ്തി, ഇതൊക്കെ ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ പൂർവ്വജന്മത്തിലെ സുഹൃതം കൊണ്ടാണ്, അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള പുണ്യം കൊണ്ടാണ്. പക്ഷെ ആസുരിക സ്വഭാവം വിചാരിക്കുന്നത് ഈ ജന്മത്തിൽ എന്റെ പ്രയത്നം കൊണ്ടാണ്, എന്റെ ശക്തി കൊണ്ടാണ് ഞാൻ ഇതെല്ലാം നേടിയിട്ടുള്ളത്, ഇതിൽ ഭഗവാന്റെ കൈയൊന്നുമില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് ഈ ജന്മത്തിൽ സുഖവും ദുഃഖവും ലഭിക്കുന്നത് പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഫലമായിട്ടാണ്. ഒരിക്കലും ആസുരിക സ്വഭാവി ഈ കർമ്മ നിയമങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള ആളുകൾ 99% ആളുകളും ഇങ്ങനെയുള്ള ആസുരിക സ്വഭാവമുള്ള ആളുകൾ തന്നെയാണ്. പിന്നീട് മറ്റൊരു കാര്യം പറയുന്നു, മോഹജാല സമാവൃത. അവർക്കൊരിക്കലും ഈ ഒരു ചിന്താഗതിയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവരുടെ
അസുരിക സ്വഭാവത്തിൽ അവര് ഒരു മത്സ്യം വലയിൽ കുടുങ്ങിയതുപോലെ അവർ കുടുങ്ങിപ്പോകുന്നു എന്നാണ് പറയുന്നത്. ആ വലയിൽ നിന്നും അവർക്ക് ഒരിക്കലും പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും. അടുത്ത ശ്ലോകം കൂടി നമുക്ക് വായിക്കാം. 17ാമത്തെ ശ്ലോകം. ആത്മസംഭാവിത സ്തബ്ധ ധനമാന മദാന്വിതാഹ യജന്തേ നാമയജ്ഞേസ്തേ ദമ്പേന അവിധിപൂർവകം. അവർ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. ആസുരിക സ്വഭാവികള് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പല പ്രവൃത്തികളും ചെയ്യും. അതിന് ചില ഉദാഹരണങ്ങളാണ് ഇവിടെ 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. കൃഷ്ണ, ഞാൻ വായിക്കട്ടെ. മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. ആത്മസംഭാവിതാ സ്തബ്ധ ധനമാനമദാന്വിതാ യജന്തേ നാമയജ്ഞസ്തേ ദമ്പേന വിധിപൂർവകം. വിവർത്തനം. നിഷേധികളും സ്വയം സംതൃപ്തരുമായി സമ്പത്ത്, ദുരഭിമാനം ഇവയാൽ വ്യാമോഹിതരായി അഹങ്കാരത്തോടെ അവർ ചിലപ്പോൾ വൈദിക വിധികൾ അനുസരിക്കാതെ തന്നെ പേരിന് ചില യജ്ഞങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. ഭാവാർത്ഥം. തങ്ങളാണെല്ലാം എന്നോർത്ത് വേദഗ്രന്ഥങ്ങളിലെ നിബന്ധനകളെയോ പ്രാമാണികരെയോ അനുസരിക്കാതെ അവർ ചിലപ്പോൾ പേരിന് വേണ്ടി മാത്രം ചില യജ്ഞങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കാത്ത അവർ നിഷേധികൾ തന്നെ. സ്വത്ത് കുന്നുകൂട്ടുന്നതിൻ്റെയും നിത്യാഹംഭവത്തിൻ്റെയും ഫലമായി ഉണ്ടാകുന്ന വ്യാമോഹമാണ് ഇതിന് കാരണം. അത്തരക്കാർ സന്ദർഭം വന്നാൽ ആചാര്യന്റെ നില കൈക്കൊണ്ട് ആളുകളെ വഴിതെറ്റിച്ചേക്കാം. മതപുനരുദ്ധാരകരോ ഈശ്വരാവതാരങ്ങളോ ആയി അറിയപ്പെട്ടെന്നും വരാം. അവർ യജ്ഞകർമ്മത്തെ കാഴ്ചവേലയാക്കി തീർക്കും. ദേവന്മാരെയോ തങ്ങൾ സ്വയം സൃഷ്ടിച്ച ഒരു ഈശ്വരനെയോ പൂജിക്കും. സാമാന്യ ജനങ്ങൾ ഇവരെ ഈശ്വരനെന്ന് കരുതി വാഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു. മൂഢന്മാർ അവരെ മതസിദ്ധാന്തികളിലും ആധ്യാത്മജ്ഞാനത്തിലും ഒട്ടേറെ പുരോഗമിച്ചവരെന്ന് കരുതി ആദരിക്കുന്നു. സന്യാസിമാരുടെ വേഷം ധരിച്ചുകൊണ്ട് ഇക്കൂട്ടർ കൊള്ളരുതായ്മകളെല്ലാം കാണിക്കുന്നു. ഈ ലോകത്തെ തന്നെ ത്യജിച്ച ഒരാൾക്ക് പല നിബന്ധനകളും അനുഷ്ഠിക്കേണ്ടതുണ്ട്. അസുര സ്വഭാവികൾ അത്തരം വിലക്കുകളൊന്നും വിലവെക്കാറില്ല. തനിക്ക് വേണ്ടുന്ന വഴി താനുണ്ടാക്കണം, ഏവരും ആവശ്യം നടക്കേണ്ടതായ ഒരു മാർഗമില്ലാത്തതാണ് എന്നാണ് അവർ കരുതുന്നത്. എല്ലാത്തരം വൈദിക വിധികളോടുമുള്ള അവജ്ഞയെ സൂചിപ്പിക്കുന്നു. അവിധിപൂർവകം എന്ന വാക്ക് അജ്ഞാനത്തിന്റെയും വ്യാമോഹത്തിന്റെയും ഫലമായിട്ടാണ് ഈ മനോഭാവം ഉണ്ടാകുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രാധാമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ ആസുരിക സ്വഭാവമുള്ള ആളുകൾക്ക് ചിലപ്പോൾ അവരുടെ പൂർവിക ജന്മത്തിലെ എന്തെങ്കിലും തപസ്സിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുണ്യങ്ങളുടെ ഫലമായിട്ട് അവർക്ക് ചിലപ്പോൾ നല്ല കുടുംബത്തിൽ പിറക്കാനുള്ള അവസരം ഉണ്ടാകും. നല്ല ഐശ്വര്യമുള്ള കുടുംബത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ പേരും പ്രശസ്തിയുള്ള കുടുംബത്തിൽ ജനിക്കാൻ അവർക്ക് സാഹചര്യം കിട്ടും. അപ്പോൾ അവര് ജനിക്കുമ്പോൾ തന്നെ ആ നാട്ടിൽ ഒരു ഉന്നത വ്യക്തിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ധനമാന മദാന്വിത. അങ്ങനെ അവര് ആ നാട്ടിൽ ഒരു ഉയർന്ന പ്രമാണിയായിട്ട് അറിയപ്പെടും. ധനമാന മദാന്വിത. അവർക്ക് ആവശ്യത്തിന് സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ടാകും. അതിൽ അവർക്ക് വലിയ അഹങ്കാരം ഉണ്ടാകും. പക്ഷെ നാട്ടിലുള്ള ആളുകളൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് ഈ പ്രമാണിയോടായിരിക്കും, ഇദ്ദേഹത്തിനോടായിരിക്കും. അവർക്ക് വേദങ്ങളിലൊന്നും ഒരു വിശ്വാസവുമില്ല. ദമ്പേന അവിധിപൂർവകം. ഒരു വേദങ്ങളിൽ വിശ്വാസമില്ലെങ്കിലും അവര് സ്വന്തം നിയമങ്ങൾ ഉണ്ടാക്കും. അവര് സ്വന്തമായിട്ട് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. ഇല്ല, ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയം ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, സ്വന്തമായിട്ട് പറയും. അറിയില്ല എന്ന് ഒരിക്കലും അവർ പറയും. ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങൾ വേദവിധി അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഭഗവാൻ ഈ അദ്ദേഹത്തിന്റെ അവസാനം പറയുന്നത് തസ്മാ ശാസ്ത്രം പ്രമാണന്തേ കാര്യകാര്യ വ്യവസ്ഥ. ഭഗവാനെ ആരാധിക്കേണ്ടത് ശാസ്ത്രം അനുസരിച്ചാണ്. ശാസ്ത്രത്തിൽ പറഞ്ഞ രീതികൾ അനുസരിച്ചിട്ടാണ് ഈശ്വരനെ ആരാധിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ ശാസ്ത്രവിധിയിലൊന്നും താല്പര്യമില്ല. അവർക്ക് അതിൽ വിശ്വാസവുമില്ല.
പക്ഷെ ആളുകളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി അവര് സ്വന്തമായിട്ട് അഭിപ്രായമൊക്കെ പറയും. അങ്ങനെ സ്വന്തം ഇഷ്ടത്തിനുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നാട്ടില് ഉണ്ടാകാൻ സാധ്യതയാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ വാക്കുകൾ അനുസരിച്ച് സ്വന്തം ഒരുപാട് വേദങ്ങളിൽ ഇല്ലാത്ത ആചാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രങ്ങളോടൊക്കെ അനുബന്ധിച്ച് ഒരുപാട് ആചാരങ്ങൾ, അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും വേദങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അത് ആരുണ്ടാക്കുന്നതാണ്? ഇങ്ങനെയുള്ള ആസുരിക സ്വഭാവികൾ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞുണ്ടാക്കുന്നതാണ്. അത് അവിടുത്തെ സാധാരണ ജനങ്ങൾ വിശ്വസിച്ച് അത് ഒരു ആചാരമാക്കി കൊണ്ടു നടക്കുകയും ചെയ്യും. അതാണ് ഇവിടെ ശിലപ്രബോധന അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. സാഹചര്യം വന്നാൽ ആചാര്യന്റെ നില കൈക്കൊണ്ട് ആളുകളെ വഴിതെറ്റിച്ചേക്കാം. ഒരു സന്ദർഭം കിട്ടുന്ന സമയത്ത് ഞാൻ എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും, വേദങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും, ശാസ്ത്രങ്ങളിലൊന്നും വിശ്വാസമില്ലെങ്കിൽ പോലും അവര് സ്വന്തമായിട്ട് അഭിപ്രായം പറയും. എന്നിട്ട് ആളുകളെ വഴിതെറ്റിക്കും. കാരണം അവർക്ക് ഒരു ആചാര്യനാകാൻ ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഗുരു ആകാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു പ്രമാണിയാകാൻ ആഗ്രഹമുണ്ട്. അതിനുള്ള എളുപ്പ വഴി എന്താണ്? ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി അവർ ചിലപ്പോൾ നാമയജ്ഞേസ്തേ യജന്തേ നാമയജ്ഞേസ്തേ, പേരിനു വേണ്ടി, പേരിനും പ്രശസ്തിക്കും വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ യജ്ഞങ്ങളിലൊക്കെ പങ്കെടുക്കും, അല്ലെങ്കിൽ യജ്ഞങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ സ്വന്തം ഊഹം അനുസരിച്ച് എന്തെങ്കിലും വഴിപാടുകളൊക്കെ ഉണ്ടാക്കും. എന്തിനാണ്? പേരിനും പ്രശസ്തിക്കും വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് പണം കൈക്കലാക്കുന്നതിന് വേണ്ടി. ഇതിൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവര് ആചാര്യന്മാരെ പോലെ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ ഭഗവാനിൽ വിശ്വാസമില്ല. അതുകൊണ്ടാണ് അവിധിപൂർവകം എന്ന് പറയുന്നത്. ദമ്പേന അവിധിപൂർവകം. ഒരു ശാസ്ത്രത്തിലും പറയാത്ത കാര്യങ്ങളൊക്കെ ആചാരങ്ങളായിട്ട് ഇങ്ങനെയുള്ള ആളുകളാണ് കൊണ്ടുവരുന്നത്. ജനങ്ങൾക്ക് പൊതുവെ വേദങ്ങളൊന്നും പഠിക്കാത്തത് കൊണ്ട് അവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. ആരും ചോദ്യം ചെയ്യില്ല. ഇദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആചാരം ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നാട്ടിൽ മുഴുവൻ പലതരത്തിലുള്ള ആചാരങ്ങളൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും. വേദങ്ങളിൽ പറഞ്ഞതിന്റെ വിപരീതമായിട്ട്, അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് വേദങ്ങളിൽ പറഞ്ഞതിൽ വിപരീതമായിട്ട്? മാമാത്മ പരദേഹേഷു പ്രതിഷന്തോ അഭ്യസൂയക. സ്വന്തം ശരീരത്തെയും മറ്റുള്ളവരുടെ ശരീരത്തെയും നശിപ്പിക്കുന്ന തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അവര് കൊണ്ടുവരും. അങ്ങനെയുള്ള തപസ്സുകളൊക്കെ കൊണ്ടുവരും. അവർ ഒരു ആചാര്യനായിട്ടോ അല്ലെങ്കിൽ ഒരു സന്യാസിയായിട്ടോ ഒക്കെ അറിയപ്പെടും. ജനങ്ങൾക്ക് അത്ര അറിവില്ലാത്തത് കൊണ്ട് അവർ പെട്ടെന്ന് ഫേമസ് ആവും. സന്യാസിയുടെ വേഷം ധരിച്ചുകൊണ്ട് ഇക്കൂട്ടർ കൊള്ളരുതായ്മകളെല്ലാം കാണിക്കുന്നു. ചില പ്രബോധനം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ ജനങ്ങൾക്ക് ആത്മീയ ജ്ഞാനമില്ലാത്തത് കൊണ്ട് അവരെ പറ്റിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് കാവ്യ വസ്ത്രമൊക്കെ അണിഞ്ഞ് ആളുകളെ പറ്റിക്കും. പലതരത്തിലുള്ള യജ്ഞങ്ങളൊക്കെ സ്വന്തമായിട്ടുണ്ടാക്കും. അവർക്ക് കുറെ അനുയായികളും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇവർ ഈശ്വരന്റെ അവതാരമാണെന്നും പറയും. ഞാൻ ഈശ്വരന്റെ അവതാരമാണ്, എന്നെയാണ് ആരാധിക്കേണ്ടത് ഒക്കെ പറയും. ഇത് ഇവരുടെ ആസുരിക സ്വഭാവത്തിന്റെ ഭാഗമാണ് എന്ന് പറയാം. സ്വന്തമായിട്ട് അറിവില്ലെങ്കിൽ പോലും അറിവുള്ളതുപോലെ നടിക്കും. വേദവിധികൾക്ക് അനുസരിക്കാതെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് പുതിയ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇവര് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ആത്മസംഭാവിത സ്തബ്ധ ധനമാനവദാന്യത യജന്തേ നാമയജ്ഞേസ്തേ ദമ്പേന അവിധിപൂർവം. ഇങ്ങനെയുള്ള ആളുകൾ കലിയുഗത്തിൽ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ആത്മീയമായിട്ട് യഥാർത്ഥത്തിൽ മുന്നേറാൻ ശ്രമിക്കുന്നവർ ശാസ്ത്രം പഠിക്കുക തന്നെ വേണം, ശാസ്ത്രം മനസ്സിലാക്കണം. ആളുകള് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ശാസ്ത്രത്തിനനുസരിച്ചിട്ടാണോ അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടാണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മള് അന്ധമായിട്ട് ഒരു വ്യക്തിയും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അന്ധമായിട്ട് ആരെയും പിന്തുടരേണ്ട ആവശ്യമില്ല. കാരണം കലിയുഗത്തിൽ ഇങ്ങനെയുള്ള അസുരന്മാര് കൂടുതലായിട്ട് ഉണ്ടാകും. ഇപ്പൊ നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 18ാമത്തെ ശ്ലോകം. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഹ മാമാത്മ പരദേഹേഷു പ്രദ്യുഷന്തോ അഭ്യസൂയക.
ശ്ലോകം വിവർത്തനം വായിച്ചോളൂ. 18ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, ഗീതാമാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിത മാമാത്മപരദേഹേഷു പ്രദ്വിഷന്തോ അഭ്യസൂയകാ. വിവർത്തനം. അസുരന്മാർ മിഥ്യാഹങ്കാരം, ബലം, ഗർവം, കാമം, ക്രോധം ഇവയാൽ സംഭ്രാന്തരായി തങ്ങളുടെയും അന്യരുടെയും ശരീരങ്ങളിൽ കുടികൊള്ളുന്ന പരമദിവ്യോത്തമ പുരുഷനോട് ഈർഷ്യാലുക്കളായി തീർന്ന് ശരിയായ ധർമ്മത്തെ പഴിക്കുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഈശ്വരന്റെ അധീശത്തെ സദാ എതിർക്കുന്ന ആസുര സ്വഭാവികൾ ധർമ്മശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നില്ല. അവയെക്കുറിച്ചും പരമപുരുഷന്റെ സത്തയെക്കുറിച്ചും ഈർഷ്യാലുക്കളാണവർ. തങ്ങളുടെ ദുരഭിമാനവും ശക്തിയും സമ്പാദിച്ചു കൂട്ടിയ ധനവുമാണ് ഇതിന് കാരണം. ഈ ജീവിതം വരാൻ പോകുന്ന ജീവിതത്തിന് തയ്യാറെടുക്കലാണെന്ന് അസുര സ്വഭാവിക്ക് അറിയില്ല. അവർ മറ്റുള്ളവരോട് മാത്രമല്ല തന്നോട് തന്നെയും ഈർഷ്യാലുവാവുകയും അന്യരുടെ ശരീരങ്ങളെയും സ്വശരീരത്തെയും ദ്രോഹിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഭഗവാന്റെ പരമാധികാരത്തെ അവഗണിക്കുന്നതിനു പോലും അജ്ഞരായ ഇക്കൂട്ടർക്ക് മടിയില്ല. ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളോടും ഭഗവാനോടും ഈർഷ്യാലുക്കളായ അവർ ഈശ്വര സത്യയെപ്പറ്റി മിഥ്യാവാദങ്ങൾ ഉന്നയിക്കുകയും ധർമ്മശാസ്ത്രങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്നു. ഏതു പ്രവൃത്തിക്കും താൻ സ്വതന്ത്രനും ശക്തനുമാണെന്നവൻ വിചാരിക്കുന്നു. ശക്തി കൊണ്ടും പ്രഭാവം കൊണ്ടും സമ്പത്ത് കൊണ്ടും തന്നോട് തുല്യരായി മറ്റാരുമില്ലെന്നും അതിനാൽ അയാൾ ഏതുവിധം പ്രവർത്തിച്ചാലും ആർക്കും തടയാനാവില്ല എന്നും അയാൾ ചിന്തിക്കുന്നു. തന്റെ കാമഭോഗങ്ങൾക്ക് വിലങ്ങടിച്ച് നിൽക്കുന്ന ഏതൊരാളെയും നശിപ്പിക്കുവാനും അയാൾ മടിക്കില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ഗീതാമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവർ പൊതുവെ വളരെ അസൂയാലുക്കളാണെന്നാണ് പറയുന്നത്. മാമാത്മ പരദേഹേഷു പ്രദ്വിഷന്തോ അഭ്യസൂയകാണ്. ഇവരുടെ പ്രധാന സ്വഭാവം അസൂയയാണ്. സ്വന്തം ശരീരത്തോടും മറ്റുള്ളവരുടെ ശരീരത്തോടും ഇവർക്ക് അസൂയയാണ്. സ്വന്തം ശരീരത്തിനെ നശിപ്പിക്കുകയും മറ്റുള്ളവരുടെ ശരീരത്തിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഇവരുടെ ധർമ്മം, ഇവരുടെ തപസ്, ഇവരുടെ ആചാരങ്ങളൊക്കെ മറ്റുള്ള ജീവികളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. യഥാർത്ഥ ധർമ്മത്തിനെ ഇവർ വിപരീതമാക്കി കണക്കാക്കും, അധർമ്മത്തിനെ ധർമ്മമായി കണക്കാക്കും. അങ്ങനെ മറ്റു ജീവികളെ കൊന്നു തിന്നും. മറ്റു ജീവികളെ കൊന്നു തിന്നുന്നത് ഞങ്ങളുടെ ധർമ്മമാണെന്ന് അവർ വിചാരിക്കും. മറ്റു ജീവികളെ കൊന്നു തിന്നുന്നത് യഥാർത്ഥത്തിൽ ധർമ്മമാണ് എന്നാണ് അവര് വിചാരിക്കുന്നത്. കൊന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഒരുപാട് ജീവികളൊക്കെ കൂടും, ഞങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് എന്നവർ പറയും. അതേപോലെ ഇവരുടെ തപസ്യകളൊക്കെ സ്വന്തം ശരീരത്തിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള തപസ്യകളാണ്. ആത്മീയതയിൽ വരുന്നതിന് ചില തപസ്യകളൊക്കെ ചെയ്യേണ്ടതുണ്ട്, പക്ഷെ അതൊരിക്കലും നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള തപസ്യകളായിരിക്കരുത്. അല്ലെ, ചില ആളുകൾ കാണാം ചാട്ടവാറ് കൊണ്ട് ശരീരത്തിൽ മുറിയേൽപ്പിക്കും, വാളുകൊണ്ട് സ്വന്തം ശരീരത്തിൽ മുറിയേൽപ്പിക്കും, ശൂലം കൊണ്ട് കുത്തി തുളയ്ക്കും, തേങ്ങ തലക്കടിക്കും. ഇങ്ങനെയുള്ള തപസ്സുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊന്നും വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള തപസ്സുകളല്ല, ആചാരങ്ങളുമല്ല. ഇതെല്ലാം ആസുരിക നിലവാരത്തിലുള്ള, അജ്ഞാനത്തിന്റെ നിലവാരത്തിലുള്ള തപസ്സുകളാണ്. ഒരു സ്വന്തം ശരീരത്തിനെയും മറ്റുള്ളവരുടെ ശരീരത്തിനെയും മറ്റു ജീവികളെ കൊന്നുകൊണ്ടുള്ള തപസ്സാണ്. മറ്റു ജീവികളെ കൊന്നുകൊണ്ട് ഉള്ള തപസ്സുകൾ. അപ്പൊ സ്വന്തം ശരീരത്തിനെ നശിപ്പിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ ശരീരത്തിനെ നശിപ്പിച്ചുകൊണ്ടുമുള്ള തപസ്സുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആസുരികമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അതൊരിക്കലും വൈദികമായിട്ടുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കാരണം അതൊക്കെ ആസുരികമായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്നതാണ്. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള
കാര്യമല്ല. ആളുകൾക്ക് അത് അറിയാത്തത് കൊണ്ട് അവർ അങ്ങനെ പിന്തുടർന്നു വരുന്നു. അത് പിന്നെ വലിയ ഫേമസ് ആയിട്ട്, വലിയ ആചാരമായിട്ട്, വലിയ ഉത്സവമായിട്ടൊക്കെ മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആ ആസുരിക ജീവിതത്തിന്റെ അവസാനം അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇപ്പൊ ശ്ലോകത്തിൽ പറയുന്നത്. ഇതുവരെ വായിച്ച ശ്ലോകത്തിൽ, നമ്മൾ വായിച്ച 3 ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അടുത്ത ശ്ലോകം വായിക്കാം. അപ്പോൾ വായിച്ച ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പൊ നമ്മൾക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 19ാമത്തെ ശ്ലോകം. താനഹം ദിശത ക്രൂരാൻ സംസാരേഷു നരാധവാൻ ശിവാമി അജസ്രം അശുഭാൻ ആസുരീഷേവ യോനിഷു. ഭഗവാൻ ഇവരെന്താണ് ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇങ്ങനെയുള്ള സ്വഭാവത്തിലുള്ള ആളുകളെ ഭഗവാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 19ാമത്തെ ശ്ലോകത്തില് വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, അജിത് പ്രഭുജി. അജിത് പ്രഭുജി വായിച്ചോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. താനകം ദിശതക്രൂരാൻ സംസാരേഷു നരാധമാൻ ചിതാമജസ്രമസുഭാനാസുരി ക്ഷേമയോനിഷു. ഈർഷ്യാർക്കുളും ദുർബുദ്ധികളുമായ ഈ മനുഷ്യാതമന്മാരെ ഭൗതിക ജീവിത സാഗരത്തിലെ ആസുരയോനികളിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും ക്ഷണിപ്പിക്കുന്നു. ഭാവാർത്ഥം ശ്രീരാപ്രഭു ഭാസ്കർ. ഒരു ജീവൻ ഏത് ശരീരത്തിൽ ഉൾപ്പോകുന്നു എന്നത് ഭഗവത് ഇത്രയെ ആശ്രയിക്കുന്നുവെന്ന ഈ ശ്ലോകം വ്യക്തമാക്കുന്നുണ്ട്. ആസുര സ്വഭാവികൾക്ക് ധർമ്മപ്രഭുവിന്റെ പരമാധികാരത്തിന് അംഗീകരിക്കാതിരിക്കാം, തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുകയുമാവാം. എന്നാൽ തന്റെ അടുത്ത ജന്മം എന്തെന്ന് തീരുമാനിക്കേണ്ടത് അയാളല്ല, ഭഗവാൻ മാത്രമാണ്. വ്യക്തിഗത ജീവാത്മാവ് മരണത്തിന് ശേഷം ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ പ്രവേശിക്കപ്പെടുന്നു. അവിടെയൊക്കെ കർമ്മോന്നത ശക്തിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേകമായൊരു ശരീരം കൈക്കൊള്ളുന്നുവെന്നും ശ്രീമദ് ഭാഗവതം 3ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭൗതിക ലോകത്തിൽ അനേക വിധത്തിലുള്ള ജീവഗണങ്ങളെ നാം കാണുന്നത്. മൃഗങ്ങൾ, കൊച്ചുപ്രാണികൾ, മനുഷ്യർ, ഈ ജീവികളെല്ലാം ആകസ്മികമായി ജനിക്കുകയല്ല, എല്ലാം ഉത്കൃഷ്ട ശക്തിയുടെ ക്രമീകരണങ്ങളാണ്. ആസുര സ്വഭാവികൾ വീണ്ടും വീണ്ടും രാക്ഷസീയ ഗർഭങ്ങളിൽപ്പെട്ട് ഈർഷ്യാലുക്കളായ മരാസുരന്മാരായി കിടക്കുന്നുവെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. അക്കൂട്ടർ എപ്പോഴും കാമക്രോധ ദരിദ്രരും അസൂയാലുക്കളും ശുചിത്വമില്ലാത്തവരുമായിരുന്നു. വനാന്തരങ്ങളിൽ വേട്ടയാടി ജീവിക്കുന്ന പല വശങ്ങളും ഇങ്ങനെ ആസുര പ്രകൃതക്കാരാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു അജിത് പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഈ ആസുരിക പ്രകൃതിയിലുള്ള വ്യക്തികളെ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഭഗവാൻ അവരെ കൈകാര്യം ചെയ്യുന്നത്? കാരണം ഇവരാര് പറഞ്ഞു കഴിഞ്ഞാലും അനുസരിക്കുന്നില്ല, ആര് പറഞ്ഞാലും കേൾക്കാത്ത കൂട്ടരാണ് ആസുരിക സ്വഭാവത്തിലുള്ളവർ. അവരുടെ ശാസ്ത്രത്തെ അംഗീകരിക്കുന്നില്ല, സമൂഹത്തിലുള്ള ആധ്യാത്മിക ഗുരുക്കന്മാരെ അംഗീകരിക്കുന്നില്ല, ഭഗവാന്റെ ഭക്തന്മാരെ അംഗീകരിക്കുന്നില്ല, ഭഗവാന്റെ വാക്കുകളെയും അവർ അംഗീകരിക്കുന്നില്ല. അവർ സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങൾ പൂർണ്ണ സ്വതന്ത്രനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ്. ആരെയും അനുസരിക്കുന്നത് അവർക്ക് ഒരിക്കലും ഇഷ്ടമല്ല, സഹിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ ഭഗവാൻ എന്താണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ജന്മത്തിൽ അവരൊരിക്കലും ഭഗവാൻ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിക്കുന്നു? താനഹം ദിശത ക്രൂരാൻ സംസാരേഷു നരാധമാൻ. ഇങ്ങനെയുള്ള അസുരിക സ്വഭാവികൾ നരാധമന്മാരാണെന്നാണ് ഭഗവാൻ പറയുന്നത്. നരന്മാരിൽ ഏറ്റവും താഴ്ന്ന പടിയിലുള്ള ആളുകളാണ് നരാധമാൻ. ശിവാമി അജസ്രം അശുഭാൻ ആസുരീഷേവ യോനിഷു. അവർ വീണ്ടും വീണ്ടും ആസുരികമായിട്ടുള്ള ജന്മങ്ങളിൽ തന്നെ
പിറവിയെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ ഒരു പുതിയൊരു ശരീരം, ഏത് ജീവാത്മാവായാലും പുതിയൊരു ശരീരം എടുക്കാൻ സഹായിക്കുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ അനുമതി ഇല്ലാതെ ഒരു വ്യക്തിക്കും ഒരു ശരീരവും കിട്ടുന്നില്ല. നമ്മൾ എത്ര സ്വതന്ത്രനാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും അടുത്ത ശരീരം നമ്മൾക്ക് കിട്ടുന്നത് ഭഗവാന്റെ അനുഗ്രഹം അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ ഭഗവാന്റെ തീരുമാനം അനുസരിച്ചാണ്. അത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ശീലപ്രഭാതര് ഭാഗവതത്തിലെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, കർമ്മണാ ദൈവനേത്രേണ ജന്തുർദേഹോപപത്തയെ സ്ത്രീയാ പ്രവിഷ്ട ഉദരം പുംസാ രേതഗണാശ്രയ. എങ്ങനെയാണ് ഒരു ജീവൻ അടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്, അതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് പറയുന്നുണ്ട്. കർമ്മണാ ദൈവനേത്രേണ, ഒരു ജീവന്റെ പൂർവജന്മത്തിലെ കർമ്മമനുസരിച്ചും ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചുമാണ് ഏത് ശരീരത്തിലേക്കാണ് ആ ജീവനെ പ്രവേശിപ്പിക്കേണ്ടത് എന്ന് പ്രകൃതി തീരുമാനിക്കുന്നത്. കർമ്മണ ദൈവനേത്രേണ, ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചും ആ ജീവന്റെ കർമ്മം അനുസരിച്ചുമാണ് പുതിയൊരു ശരീരം ആ ജീവന് കിട്ടുന്നത്. അപ്പോൾ ഏത് അമ്മയുടെ ഗർഭപാത്രത്തിലേക്കാണ് ഈ ജീവനെ പ്രവേശിപ്പിക്കേണ്ടത് എന്ന് പൂർണ്ണമായിട്ടും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഭഗവാനാണ് ഓരോരോ ശരീരം നമ്മൾക്ക് നൽകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സ്വതന്ത്രരല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ശരീരം, മനുഷ്യ ശരീരം, അത് യാദൃശ്ചികമായിട്ട് നമ്മൾക്ക് കിട്ടിയതല്ല. അത് നമ്മുടെ പൂർവ്വജന്മത്തിന്റെ ഫലമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. ഏത് ജീവികളാണെങ്കിലും, മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും സസ്യജാലങ്ങളാണെങ്കിലും, മനുഷ്യരിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യന്മാർ, ഇതെല്ലാം യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതല്ല. യാദൃശ്ചികമായിട്ട് ആർക്കും ഒരു ശരീരം കിട്ടുന്നില്ല. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണ്, പൂർവ്വജന്മത്തിലെ കർമ്മം അനുസരിച്ച് ഒരു ജീവന് ഒരു ഗർഭപാത്രത്തിൽ ശരീരം കിട്ടുന്നത്. അത് വലിയൊരു സയൻസാണ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രവൃത്തി അനുസരിച്ചാണ് അടുത്ത ജന്മത്തിലെ നമ്മുടെ ശരീരം രൂപം കൊള്ളുന്നത്, അത് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ആസുരിക സ്വഭാവമാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, ഹിബാമി അജസ്രം അശുഭാൻ ആസുരീശേവ യോനിഷു. അവരെ വീണ്ടും വീണ്ടും ആസുരിക ഗർഭപാത്രത്തിലേക്ക് തന്നെ ഭഗവാൻ പറഞ്ഞയക്കുമെന്നാണ് പറയുന്നത്. അവർക്ക് വീണ്ടും വീണ്ടും ഭഗവാനെ മറന്ന് ജീവിക്കാം, അവർക്ക് മോഹത്തിൽ ജീവിക്കാം. കാരണം അവർ ഭഗവാൻ അംഗീകരിക്കാത്തത് കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാനുള്ള സാഹചര്യം അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് ഈ ഭൗതിക ശരീരത്തിൽ നിന്ന് മോക്ഷവും കിട്ടുന്നില്ല. അവർ വീണ്ടും വീണ്ടും വ്യത്യസ്ത ശരീരത്തിലൂടെ കറങ്ങി നടക്കണം. അതാണ് അവരുടെ ഗതി എന്ന് പറയുന്നത്. ഈച്ചയായിട്ടും പൂച്ചയായിട്ടും പുലിയായിട്ടും ചിലപ്പോൾ മനുഷ്യനായിട്ടും ഇങ്ങനെ കറങ്ങി നടക്കുക മാത്രമാണ് അവരുടെ ഗതി. ഗതാഗതം കാമകാമ ലഭന്തേ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഗതാഗതം, ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക്, ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക്, ആ ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക്, ഇങ്ങനെ ആ ജന്മമൃത്യു ചക്രം ഒരിക്കലും അവസാനിക്കാതെ കറങ്ങി കറങ്ങി നടക്കുക മാത്രമാണ് ഒരു ആസുരിക സ്വഭാവത്തിലുള്ള വ്യക്തിയുടെ ഗതി. ഒരിക്കലും പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല. ഭഗവാൻ അങ്ങനെ ഒരു ശിക്ഷയാണ് ഈ ആസുരിക പ്രകൃതിക്കാർക്ക് നൽകുന്നത് എന്ന് പറയും. അതിനുശേഷം ഭഗവാന്റെ നിർദ്ദേശം എന്താണ്? നമ്മൾക്ക് വേണ്ടി ഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട് ഈ ആസുരിക സ്വഭാവം ഒഴിവാക്കണം. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.